അജീഷ്, ഇപ്പോൾ ഈ ഇത്രയും സ്ഫോടക വസ്തുക്കളൊക്കെ എങ്ങനെ അവിടേക്ക് എത്തിച്ചു എന്നുള്ള ചോദ്യമുണ്ടല്ലോ. അപ്പോൾ ഈ ഇന്റലിജൻസ് ഏജൻസികൾ, അന്വേഷണ സംവിധാനങ്ങളൊന്നും അക്കാര്യത്തിൽ ജാഗ്രതയോടെ പ്രവർത്തിച്ചില്ലേ എന്നുള്ള വിമർശനങ്ങളൊക്കെ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുമുണ്ടല്ലോ. ഇവരെങ്ങനെ ഇവിടം കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ വലിയൊരു ഭീകരാക്രമണത്തിന് പദ്ധതി ഇട്ടു എന്നാണ് അന്വേഷണ ഏജൻസികളുടെ നിഗമനം? അജീഷ്, ഉന്മേഷ്, ഇവർ ഇപ്പൊ ഇന്നോ ഇന്നലെ തുടങ്ങിയത് അല്ല ഇതിന്റെ പ്ലാനിംഗ് എന്നുള്ളതാണ് അന്വേഷണ ഏജൻസികളുടെ ഇപ്പോഴത്തെ നിഗമനം. കാരണം ഇത് മാസങ്ങൾക്ക് മുൻപ്, വർഷങ്ങളായി തന്നെ ഇവർ ഇതിന്റെ ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഘട്ടം ഘട്ടമായി ഈ വലിയ ആയുധ ശേഖരം ഇവിടെ എത്തിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇവർ കൂടുതൽ പേരും ഈ ജമ്മു കശ്മീരുമായി ബന്ധമുള്ളവരാണ്, ഈ ഡോക്ടർ ഉമർ അടക്കമുള്ള. അങ്ങനെ അവിടെ നിന്ന് ഈ എത്തിയവരാണ് ഇവരൊക്കെ. മാത്രമല്ല, ഈ i20 കാർ, ഈ കാർ വാങ്ങുന്നത്, ഈ താരിഖ് എന്ന ആളിൽ നിന്ന് വാങ്ങുന്നത് ഒക്ടോബർ 29-നാണ്. ഒക്ടോബർ 29-ന് ഈ കാർ വാങ്ങിയതിന് ശേഷം ഒരു പൊല്യൂഷൻ സെന്ററിൽ ഈ കാറിനെ കൊണ്ടുപോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അന്ന് ഈ ഉമറിനൊപ്പം കൂടെ 2 കൂട്ടാളികൾ കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ കാർ നേരെ കൊണ്ടുപോയത് ഈ സർവകലാശാല ക്യാമ്പസിനകത്താണ്. 76 ഏക്കർ വരുന്ന ഒരു വലിയ വിസ്തീർണമുള്ള വിശാലമായിട്ടൊരു ക്യാമ്പസാണിത്. ഇതിനകത്തായിരുന്നു നവംബർ 10 പുലർച്ചെ 2 മണി വരെ ആ വാഹനം ഉണ്ടായിരുന്നത് ഇതിനകത്താണ്. പിന്നീട് ആണ് ഈ ആക്രമണം നടത്തുന്നത്. അതായത് ഈ മുസമ്മിലൊക്കെ പിടിയിലായതിനു ശേഷമാണ് ഈ പരിഭ്രാന്തരായിട്ടുള്ള ഉമർ, പരിഭ്രാന്തരായതിനു ശേഷം നവംബർ 10 പുലർച്ചെ 2 മണി വരെ ഈ വാഹനം ഈ ക്യാമ്പസിനകത്തായിരുന്നു സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ ഈ ക്യാമ്പസിനകത്ത് ഇവർ ഒരു ഭീകര പ്രവർത്തനത്തിന്റെ ഒരു ഗൂഢാലോചന നടത്താൻ, ആസൂത്രണം നടത്താനുള്ള ഒരു താവളമാക്കി മാറ്റി എന്നുള്ളതാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിയമനം. അതിന് ഈ 3 പേരെ കൂടാതെ മറ്റാർക്കെങ്കിലും പങ്കമുണ്ടോ? ഇവർ പറയുന്നതനുസരിച്ചിട്ട് 10 പേരടങ്ങുന്ന ഒരു വൈറ്റ് കോളർ പ്രൊഫഷണലുടെ ഈ ഭീകര സംഘം തന്നെ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു തുടങ്ങിയത് എന്നാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുള്ളത്. അതിൽ എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഈ സാമ്പത്തിക സ്രോതസ്, ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെയുള്ള സാമ്പത്തിക സ്രോതസ് എങ്ങനെ എത്തിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി കണ്ടെത്തേണ്ടതുള്ളത്. ശരി, അജീഷ് ശ്രീകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.